PDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ദലിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. ജാതി അധിക്ഷേപം നേരിട്ട നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് 12 മണിക്കൂർ ഹർത്താൽ. കൊന്ന് തള്ളിയവനെ നിങ്ങൾക്ക് ആർക്കും തിരിച്ചു തരാൻ പറ്റുമോ? പറ്റുമോ? കൊന്ന് തള്ളിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? ഇനി വരുന്ന തലമുറ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്ന് തള്ളിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? തരാൻ പറ്റുമോ? ആരാ വരുന്നതെന്ന് പറ. പോലീസ് പറയുന്നത് നിങ്ങളെ ആര് വിളിച്ചു? നിങ്ങൾക്ക് എന്തോ കാര്യമൊന്ന്, നിങ്ങൾക്ക് എന്തോ ഇവിടെ കാര്യമൊന്ന്. ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നു തള്ളിയവൻ ആരോ അവനെ ഞങ്ങൾക്ക് കാണണം, അവനെ തുറുങ്കിലടക്കണം. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങളൊരു ഹർത്താലിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ് ചെയ്തത്. നിതിൻ രാജിനെ പോലെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് വിളിക്കാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന ഒരു മരണമാണത്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും കൈയ്യഴിയുന്ന ഒരു ജനതയായതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരിട്ട് ഹർത്താൽ നടത്തേണ്ടി വരുന്നത്. ആക്ഷൻ കൗൺസിൽ വാഹനം തടയില്ലെന്നോ അല്ലെങ്കിൽ കടകൾ അടപ്പിക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞത് ഈ രണ്ടു കൂട്ടരും ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് പറഞ്ഞത്. ഹർത്താലിൽ ജനജീവിതം തടസ്സപ്പെട്ടു. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ KSRTC സർവീസ് തടഞ്ഞു. ദീർഘദൂര യാത്രക്കാരും രോഗികളും ഹർത്താലിൽ വലഞ്ഞു. ഒരുപാട് സമയം കൊണ്ട് രാവിലെ വന്നത്, മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി വന്നത്, ആശുപത്രി പോകാം. അപ്പോഴും ഇനി പോകണില്ല, തിരിച്ച് ഇത്തിരി വീടെത്തിയാൽ മതി. ഞങ്ങൾ ബിസിനസ് തൊഴിൽപരമായിട്ട് ഇറങ്ങിയതാണ്. അതിപ്പോൾ വഴിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് നമ്മുടെ ഇന്നത്തെ തൊഴിലിനെ ബാധിക്കുന്ന വിഷയമാണ്. പാലായിൽ നിന്ന് വന്ന എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 11 മണിക്കാണ് എത്തേണ്ടത് ഇവിടെ. അപ്പം ബസ്സിൻ്റെ സമയം പാലായിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ബസ് ഓഫ് ചെയ്യുമായിരിക്കും, ഇങ്ങോട്ട് കാണത്തില്ല, പ്രശ്നമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പോകുന്നതാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ദലിത് സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ചിലയിടങ്ങളിലെ വാക്ക് തർക്കങ്ങൾ മാറ്റി നിർത്തിയാൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ സൂചിപ്പിച്ചതുപോലെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ താറുമാറാകുന്ന കാഴ്ചകളാണ് ഇന്ന് നമുക്ക് പലയിടങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. രോഗികൾക്ക് പോകാൻ കഴിയുന്നില്ല, വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് എത്താൻ കഴിയുന്നില്ല, അഭിമുഖങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഈ പറഞ്ഞതുപോലെ നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് പോകുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അമൃത, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 46 ദളിത് സംഘടനകളും അതേപോലെ തന്നെ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ചേർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. മാത്രവുമല്ല, നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഹർത്താൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ച് കടയടപ്പിക്കൽ, നിർബന്ധിച്ച് വാഹനം തടയടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് നിരത്തുകളിലേക്ക് ആളുകൾ ജോലിക്കടക്കം ഇറങ്ങിയത്. എന്നാൽ നമ്മൾ കണ്ട കാഴ്ച വളരെ പലതാണ്. പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം തന്നെ ഹർത്താൽ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. നിതിന്റെ ജാതി അധിക്ഷേപം നേരിട്ട നിതിൻ രാജിന് നീതി ലഭ്യമാക്കണം. മാത്രവുമല്ല, അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യണം. കൂടാതെ നിതിൻ രാജിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. ഒപ്പം രോഹിത് വെമുല നിയമം നടപ്പിലാക്കണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഹർത്താൽ. ആദ്യ മണിക്കൂറിൽ തന്നെ കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ KSRTC ബസ്സുകൾ തടഞ്ഞു. അന്തർ സംസ്ഥാന ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ തടയുന്ന കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ പോയി. മാത്രമല്ല, പിന്നീട് ഈ പല തിരക്കുള്ള സ്ഥലങ്ങളിലും പോലീസ് ഇടപെട്ടാണ് KSRTCയുടെ ദീർഘദൂര സർവീസുകൾ അടക്കമുള്ള കാര്യങ്ങൾ സർവീസ് നടത്താൻ പിന്നീട് സൗകര്യം ഒരുക്കിയതെന്നുള്ളതും ഏറ്റവും പ്രധാനം. രോഗികൾ അതേപോലെ തന്നെ വിദ്യാർത്ഥികളടക്കം ഹർത്താലിൽ വലയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പലയിടത്തും സമരക്കാർ കടകളും ബാങ്കുകളും അടപ്പിച്ചു. ചില സ്ഥലങ്ങളിൽ ഈ പെട്രോൾ പമ്പുകളടക്കം അടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. കോട്ടയത്തും മാളയിലും കോഴിക്കോട് കൂരാച്ചുണ്ടിലും അടക്കം ബാങ്കുകൾ അടപ്പിച്ചു. കുണ്ടറ മുളവനയിൽ വെബ് ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പോലീസ് സംരക്ഷണത്തോടുകൂടി വെബ് ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് നടന്ന സമരാനുകൂലികൾ RTO ഓഫീസിൽ പ്രതിഷേധിച്ചു. ആലപ്പുഴയിൽ കടയിൽ കയറി വനിതാ ജീവനക്കാരിയെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തി. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തെന്നും പരാതി ഉയർന്നു. ചിലയിടങ്ങളിൽ വാക്കുതർക്കങ്ങൾ മാറ്റി നിർത്തിയാൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ജനജീവിതം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജനജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ അതുണ്ടായി. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം എൻട്രൻസ് എക്സാം എഴുതാനെത്തിയ വിദ്യാർത്ഥികളടക്കം വഴിയിൽ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളും ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായി. അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.